ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഈ അനീഷ് എന്ത് മണ്ടത്തരമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാബുമാന് കൂടുതൽ കറി കിട്ടിയിരുന്നു, സാബുമാന് കൂടുതൽ കറി കിട്ടിയിരുന്നു, സാബുമാന് കൂടുതൽ കറി കിട്ടിയിരുന്നു. ഓക്കെ, സാബുമാന് കൂടുതൽ കറി കിട്ടി, അത് കാണുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ കറി കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സാബുമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചോറ് മാത്രമേ എടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ അയാൾക്ക് കൂടുതൽ ചോറ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ല, അയാൾക്ക് നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിക്കുന്ന ആളാണ്. പക്ഷേ എങ്കിൽ കാർബ് കുറച്ചധികം തന്നെ പ്രോട്ടീനൊക്കെ അടിച്ച് കയറ്റാൻ വേണ്ടിയാണ് നോക്കുന്നത്. ഇവിടെ മിച്ചം കറിയുണ്ട്. അപ്പം അനുമോൾ ചെയ്യുന്ന കാര്യം എന്താണ്? അതെടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഷാനവാസ് പറയുന്നുണ്ട്, നീ മാറ്റി വെച്ചോളൂ, അത് റൈറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എപ്പോൾ മാറ്റി വെക്കണം? അത് രാത്രിയത്തിലേക്കോ അല്ലെങ്കിൽ വൈകുന്നേരത്തേക്കോ വേണ്ടിയായിരിക്കണം. അത് എല്ലാവർക്കും അപ്പോഴും ഈക്വലി തന്നെ കൊടുക്കണം. പക്ഷേ ഇവിടെ അനുമോൾ പറയുന്ന വാദം എന്താണ്? ഇവിടെ രണ്ടാമത് ആൾക്കാർ ചോദിച്ചു വരും ചോറ്. അപ്പോൾ ആ ചോദിച്ചു വരുന്ന സമയത്ത് നമുക്ക് പച്ചച്ചോറായിട്ട് കൊടുക്കാൻ സാധിക്കില്ല, അവർക്ക് കറി കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പം അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ അപ്പോൾ ഒരിക്കലും ആർക്കും ഈക്വലി കിട്ടത്തില്ല. ഇവിടെ സാബുമാൻ നോക്കുമ്പോൾ എന്താണ്? സാബുമാൻ കുറച്ച് ചോറ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കറി വേണം, അല്ലെങ്കിൽ എല്ലാവർക്കും ഈക്വലി ഒരേപോലെ തന്നെ കൊടുക്കണം. ഇവിടെ അവസാനം എല്ലാം കൂടെ ബഹളമായപ്പോഴത്തേക്ക് അനുമോൾ എല്ലാവരുടെയും പ്ലേറ്റിലോട്ട് അങ്ങ് വലിച്ചെറിഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അപ്പം ചോദിച്ചിട്ടുള്ള സാബുമാനാണെങ്കിലോ കറി കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഈ അനീഷ് പറയുകയാണ്, സാബുമാന് കറക്റ്റ് കറി കിട്ടിയിട്ടുണ്ടായിരുന്നു, സാബുമാന് കൂടുതൽ കറി കിട്ടിയിട്ടുണ്ടായിരുന്നു, ചോറിനേക്കാളും കൂടുതൽ കറി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഷാനവാസ് പറയുന്നുണ്ട്, അങ്ങനെയല്ല നമ്മൾ നോക്കേണ്ടത്, ഇപ്പോഴത്തേക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേങ്കിൽ നിങ്ങൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് പിന്നെ രണ്ടാമതൊന്ന് ചോദിക്കുമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങൾക്ക് വേണത് വൈകുന്നേരം കൊടുക്കാം എല്ലാവർക്കും ഈക്വലി, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അല്ലാതെ അനീഷ് പറയുന്നതോട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറയുന്നത്. അനീഷിൻ്റെ കാര്യം അറിയാലോ, പിടിച്ചു കഴിഞ്ഞാൽ അവത്തെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കും. അനീഷ് ഇവിടെ അനുമോൾക്കൊപ്പം ചേർന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ എതിരെയാണ് നിൽക്കുന്നത്. ലൈവ് കണ്ടവരാണെങ്കിൽ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഇവിടെ രണ്ടാമത് ചോദിച്ചിട്ടുള്ള സാബുമാന് പിന്നീട് കറി കിട്ടിയിട്ടില്ല. അനുമോൾ എല്ലാവരുടെയും പ്ലേറ്റിൽ വിളമ്പിയിട്ടിട്ട് പോയി. സാബുമാനെ നോക്കിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ സാബുമാന് കറക്റ്റായിട്ടുള്ള അളവിൽ കിട്ടിയിട്ടുമില്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്.